ന്യായവിധികൾ. വിശുദ്ധ ബൈബിളിൽ നിന്ന് 7 പ്രധാന ന്യായവിധികൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിധി, വ്യവഹാരം, ന്യായവിധി, ശിക്ഷാവിധി, കേസ്, ജഡ്ജ്മെൻറ്റ്, പണിഷ്മെൻറ്റ്, കണ്ടംനേഷൻ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇത് സംബന്ധിച്ച് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസിസ് എന്ന ഗ്രീക്ക് വാക്കുകളും മിഷ്പാത്ത് എന്ന എബ്രായ പദവുമാണ് പ്രധാനമായി ആ വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ വ്യവഹാരമാണ് ന്യായവിധി. നാം മനസ്സിലാക്കിയിരിക്കേണ്ട 7 ന്യായവിധികളെക്കുറിച്ചാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ. ഒന്ന്, ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ന്യായവിധി. റോമർ 8:3. നമ്മുടെ പാപനിമിത്തം നാം നിത്യ നരകത്തിന് ഓഹരിക്കാരാണ്. എന്നാൽ നമ്മെ സ്നേഹിച്ച് നമ്മെ നരകത്തിലേക്ക് വിടാതിരിക്കേണ്ടതിനായി മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന് നമ്മുടെ പാപങ്ങളും പാപശിക്ഷകളുമൊക്കെ ഏറ്റെടുത്ത ക്രൂശിൽ ക്രിസ്തു യാഗമായി മരിച്ചു. അപ്പോൾ ഒന്നാമത്തേത് ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്ത ന്യായവിധി. അത് നിമിത്തം നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ അനുഗ്രഹം, നമുക്കിനിയും ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1. യോഹന്നാൻ 3:18-36 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, നിത്യജീവനേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തു ക്രൂശിലേറ്റെടുത്ത ന്യായവിധി അതോർത്ത് നാം ദൈവത്തിൽ സന്തോഷിക്കുകയും കർത്താവിന് ഒത്തിരി മഹത്വം അർപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ നരകശിക്ഷ അത് നിമിത്തം ഒഴിവായി കിട്ടി. വിശ്വസിക്കുന്ന ഏവനും പാപത്തിൻ്റെ മോചനം ലഭിക്കേണ്ടതിനായി ക്രിസ്തു ക്രൂശിൽ നമ്മുടെ ന്യായവിധി തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. രണ്ടാമത്തേത്, വിശ്വാസികൾക്ക് കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് നൽകുന്ന ശിക്ഷകളാണ്. അതിനെ 4 തിരിച്ചു പഠിക്കുവാൻ കഴിയും. എബ്രായർ 12-6 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് വിശദമാക്കുന്നുണ്ട്. അവിടുന്ന് സ്നേഹിക്കുന്ന മക്കളെ സ്വർഗീയ പിതാവ് ശാസിക്കുന്നു. ഒന്നാമത്തെ തലം ശാസനയാണ്, 2 ബാലശിക്ഷയാണ്, 3 കഠിന ശിക്ഷയാണ്. 1 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചാൽ കർത്തൃമേശയോടനുബന്ധിച്ച ഭാഗങ്ങൾ പൗലോസ് വിശദീകരിക്കുമ്പോൾ ചിലർ ബലഹീനരും മറ്റു ചിലർ രോഗികളുമാകുന്നു, ചിലരോ നിദ്ര കൊള്ളുന്നു. മരണം വരെ പോകുവാൻ സാധ്യതയുള്ള ശിക്ഷകളുണ്ട് എന്ന് മറക്കാതിരിക്കുക. ശാസന, ബാലശിക്ഷ, കഠിന ശിക്ഷ, നിദ്ര അല്ലെങ്കിൽ ശാരീരിക മരണം. വിശ്വാസികൾക്ക് കർത്താവ് ശിക്ഷ ഈ ഭൂമിയിൽ നൽകും എന്ന് മറക്കാതിരിക്കുക. ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് കൊണ്ട് അവിശ്വാസികളുടെ പാപത്തിലൊന്നും ദൈവം പെട്ടെന്ന് ന്യായവിധി പലപ്പോഴും അയക്കാറില്ല. അവസാന മാർഗമെന്ന നിലയിലൊക്കെ അത് ചെയ്യാറുള്ളൂ. എന്നാൽ വിശ്വാസികളെ, ദൈവമക്കളെ കർത്താവ് എപ്പോഴും ശുദ്ധീകരിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. വിശ്വാസികളുടെ വിധിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് പ്രതിഫല വിധിയാണ്. 2 കൊരിന്ത്യർ 5:10. നാം ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകും. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ബീമാ സീറ്റ് എന്ന് ഗ്രീക്ക് ഭാഷയിൽ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ന്യായാസനമല്ല, പ്രതിഫല വിഭജനത്തിന് വേണ്ടിയുള്ളൊരു ന്യായാസനം. അപ്പോൾ മൂന്നാമത്തെ ന്യായവിധി നാം മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തിലുള്ള ന്യായാസനമാണ് മനസ്സിലാക്കേണ്ടത്. ഇതും വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇത് ശിക്ഷ നൽകുവാനല്ല, പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ നൽകുവാനാണ്. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ടെങ്കിലും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും സ്വർഗത്തിൽ പോകുവാൻ കഴിയുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രതിഫലത്തിൽ, കിരീടങ്ങളിൽ, തേജസ്സിലൊക്കെ വ്യത്യാസമുണ്ട്. അധികം പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ, അധികം തേജസ്സോടെ നിത്യത മുഴുവൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം വളരെ ശ്രേഷ്ഠകരമായി ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവെല്ലാറ്റിനും കണക്ക് ചോദിക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, സമ്പത്ത്, താലന്തുകൾ, കൃപാവരങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകൾ, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ,
ഇത് നാം ചെയ്ത് പൂർത്തീകരിച്ച് മുൻപോട്ട് പോകണം. വചനമനുസരിച്ച് നാം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകണം. പ്രതിഫല വിധിയാണ് മൂന്നാമത്തേത്. നാലാമത്തെ ന്യായവിധി ഇസ്രായേലിൻ്റെ മേലുള്ള ന്യായവിധിയാണ്. വെളിപ്പാട് 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ അതിൻ്റെ ഒരു രേഖയാണ്. ഇസ്രായേലിനെ ദൈവം ഭാവിയിൽ ന്യായവിധിയിൽ കൂടെ, ശിക്ഷാവിധിയിൽ കൂടെ കടത്തിവിടും. വളരെ ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അവർ അനുഭവിക്കും. അവരുടെ ആത്മീയ തളിർപ്പിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി അനുവദിക്കുന്ന ന്യായവിധികളാണ്, ശിക്ഷാവിധികളാണ്. ഇസ്രായേൽ വലിയ പീഡയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലം വരും. 3.5 മുതൽ 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പീഡാകാലം. അഞ്ചാമത്തേത് ജാതികളുടെ മേലുള്ള ന്യായവിധിയാണ്. വെളിപ്പാട് 18, 19 അധ്യായങ്ങൾ മഹദിയാം ബാബിലോണിനെ ന്യായവിധിക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള വിജാതീയ രാജ്യങ്ങളും ഭൂമിയെങ്ങും കർത്താവിൻ്റെ രാജ്യത്തിനും സുവിശേഷത്തിനും വചനത്തിനും ദൈവമായ യഹോവയ്ക്കും യേശുക്രിസ്തുവിനും ഒക്കെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനോഭാവം കൊണ്ടൊക്കെ വിരോധമായി നിൽക്കുന്ന സകല ജനതകളും മഹാപീഡന കാലത്ത് ന്യായം വിധിക്കപ്പെടും. ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ ന്യായവിധികളുണ്ടാകും. ശിക്ഷാവിധികളിൽ പല അളവായിരിക്കാം, എങ്കിലും എല്ലാവരുടെ മേലും ന്യായവിധികൾ വെളിപ്പെടും. സർവഭൂതലത്തിലും അത് വരും. സർവഭൂമിയിലും വരുവാനുള്ള ഒരു ശീഘ്രനാശമായി മഹാപീഡന കാലത്തിലെ 7 വർഷങ്ങൾ തീരുകയാണ്. ജാതികൾ ന്യായം വിധിക്കപ്പെടും. മുൻകാലങ്ങളിലൊക്കെ ദൈവം അങ്ങനെ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. നോഹയുടെ കാലത്ത് പാപികളായ സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിച്ചു. അവസാന മാർഗമെന്ന നിലയിൽ മനുഷ്യൻ്റെ പാപം അതിൻ്റെ ഏറ്റവും അത്യുച്ച സ്ഥായിയിലെത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്നത്. കാരണം മനുഷ്യന് ദൈവം പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മനുഷ്യനാണ് ഭൂമിയിലെ രാജാവാക്കി ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ നീതിയോടെ, നിർമ്മലതയോടെ, ന്യായത്തോടെ ജീവിക്കണം. എന്നാൽ നീതിയും നിർമ്മലതയും ന്യായവും ഒക്കെ തെറ്റിച്ച് കളഞ്ഞ് അധാർമികതയും തിന്മകളും ദുഷ്ടതകളും അതിൻ്റെ അത്യുച്ച ഭാവത്തിലെത്തിക്കഴിയുമ്പോൾ സൃഷ്ടിതാവെന്ന നിലയിലെ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ വെളിപ്പെടും. നോഹയുടെ കാലത്ത് അങ്ങനെ പ്രളയം കൊണ്ട് ന്യായം വിധിക്കപ്പെട്ടു. ഈജിപ്തിൽ അന്ധവിശ്വാസങ്ങൾ കൂടിയപ്പോൾ അവിടുത്തെ ദേവീദേവന്മാരെ ദൈവം ബാധകൾ കൊണ്ട് ന്യായം വിധിച്ചു. അഹങ്കരിച്ച ഈജിപ്ഷ്യൻ സൈന്യത്തെ ചെങ്കടലിൽ ദൈവം ന്യായം വിധിച്ചു. പല പല സാമ്രാജ്യങ്ങളെയും സാമ്രാട്ടുകളെയും രാജ്യങ്ങളെയൊക്കെ അവരുടെ പാപം ഏറ്റവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ന്യായം വിധിച്ച ചരിത്രം തിരുവഴുത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും, ചരിത്രത്തിലുമുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ ന്യായവിധി ജാതികൾ, ജാതീയ രാഷ്ട്രങ്ങൾ ഒക്കെ ന്യായവിധിക്ക് വിധേയപ്പെടും ഭാവിയിൽ. ആറാമത്തേത് എതിർക്രിസ്തു, കള്ളപ്രവാചകൻ, സാത്താൻ. വീണുപോയി ദൈവത്താൽ ഇപ്പോൾ അഗാധകൂപത്തിലൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന, അന്ധതമസിൽ കഴിയുന്ന സാത്താന്യ ദൂതന്മാരെയൊക്കെ ദൈവം ന്യായം വിധിക്കും. മഹാപീഡന കാലത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും എന്നേക്കുമായി തീപ്പൊയ്യിൽ തള്ളിക്കളയും. സഹസ്രാബ്ദകാലത്തിൻ്റെ ഒടുവിൽ സാത്താനെ എന്നേക്കുമായി ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന എല്ലാ സാത്താന്യ സംവിധാനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടും. ഏഴാമത്തേത് അന്ത്യന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി എന്നാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് 20 11 മുതൽ 15 വരെയുള്ള വാക്യം. ഭൂമിയിലെ സകല അവിശ്വാസികളും ആ ന്യായസിംഹാസനത്തിന് മുൻപാകെ, കർത്താവിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്ന ന്യായവിധി. അതോടുകൂടെ പാപം, മരണം, ദോഷം, തിന്മകൾ, ദുഷ്ടന്മാർ, പാപികൾ ഇതൊക്കെ ഭൂമിയിൽ ഇല്ലാതാകും. തുടർന്ന് ദൈവം ഭൂമിയെ പുതിയ ഭൂമിയാക്കും. പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടും, പുതിയ ആകാശം. പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിലെ നാം കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ വാഴും. ദൈവത്തിൻ്റെ ന്യായവിധികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നരകം എന്ന ന്യായവിധിയിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. കാരണം അവിടുന്ന് ക്രൂശിൽ ആ ന്യായവിധി ഏറ്റെടുത്തു. അത് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർ തങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ വിചാരകത്വം ചെയ്ത് മുൻപോട്ട് പോകുന്നെങ്കിൽ സ്വർഗീയ ന്യായസിംഹാസനത്തിന് മുൻപാകെ, ന്യായാസനത്തിന് മുമ്പാകെ
ധാരാളം പ്രതിഫലങ്ങളും കിരീടങ്ങളും തേജസ്സും പ്രാപിച്ച് നമുക്ക് നിൽക്കുവാൻ കഴിയും. കർത്താവ് ഈ ഭൂമിയിൽ അയക്കുവാൻ പോകുന്ന കൊടിയ ന്യായവിധികൾ അകപ്പെടാതെ നിത്യജീവനായ യേശുവിലേക്ക് വരിക. യേശുവിലേക്ക് വന്നവർ ജയാളികളായി ജീവിതം നയിക്കുക. അതിനായി ദൈവമേവരെയും സഹായിക്കട്ടെ, കൃപ പകരട്ടെ.